പ്രായപൂർത്തിയാവും മുമ്പേ കേരളത്തിൽ നിന്നും വരവറിയിച്ച സഞ്ജുവിന് അവസരങ്ങൾ നൽകിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ തട്ടകമായിരുന്നു. രാജസ്ഥാൻ റോയൽസ് എന്ന ടീം ആ ചെറുപ്പക്കാരനെ ചേർത്തു പിടിച്ചു. 19-ാം വയസ്സിൽ IPL എമേർജിംഗ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് നേടി ലോക ശ്രദ്ധയിലേക്ക്. 2013 സീസണിലായിരുന്നു അത്. 2 വർഷത്തിനപ്പുറം 20-ാം വയസ്സിൽ അയാൾ കേരള രഞ്ജി ടീമിൻ്റെ നായക പദവിയിലെത്തി. കേരള ക്രിക്കറ്റും രാജസ്ഥാൻ റോയൽസും നൽകിയ ആ പിന്തുണ വെറുതെ ആയില്ല. അതേ വർഷം ആ 20-കാരൻ ഇന്ത്യൻ കുപ്പായമണിഞ്ഞു. 2015 ജൂലൈയിൽ സിംബാബ്വെക്കെതിരെയായിരുന്നു അരങ്ങേറ്റം. ഏതൊരു യുവ ക്രിക്കറ്ററും ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യ നേട്ടം. 130 കോടി ഇന്ത്യക്കാരെ പ്രതിനിധീകരിക്കുന്ന ദേശീയ ടീമിൽ അങ്ങനെ ഒരു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. വർഷങ്ങളോളം ടീമിന് പുറത്ത്. IPL സീസണുകളിലെ മിന്നുന്ന പ്രകടനത്തോടെ പലവട്ടം സെലക്ടർമാരുടെ റഡാറിൽ വന്നുപോയി. നിഷേധിക്കാനാവാത്ത അവസരങ്ങളിൽ അവർ അയാളെ ടീമിലെടുക്കും. ടീമിലുണ്ടായിട്ടും കളിക്കാനാവാത്ത എത്രയോ പര്യടനങ്ങൾ. വല്ലപ്പോഴും വീണുകിട്ടുന്ന അവസരങ്ങളിലെ വലിയ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അയാൾക്കുമായില്ല. അങ്ങനെ നിഷ്കരുണം അയാളെ ടീമിൽ നിന്നും ഒഴിവാക്കും. മറ്റു പല താരങ്ങൾക്കും ലഭിച്ച പിന്തുണയോ തുടർച്ചയായ അവസരങ്ങളോ അയാളെ തേടിയെത്തിയില്ല. ടീമിൽ നിന്ന് പുറത്താക്കാൻ കാരണങ്ങൾ നോക്കിയിരിക്കുന്നത് പോലെ തോന്നും പല ടീം സെലക്ഷനുകളും കാണുമ്പോൾ. അടുത്ത ഒരു പതിറ്റാണ്ട് ഇങ്ങനെ കടന്നുപോയി. പ്രതിഭാധനനായ ഒരു ക്രിക്കറ്റർ എങ്ങും എത്താതെ പോകുന്ന നിരാശാജനകമായ കഥാഗതി. അപ്പോഴും ചിലർ അയാളെ ചേർത്തു നിർത്തി. ഇപ്പോഴത്തെ കോച്ച് ഗൗതം ഗംഭീർ എത്രയോ വർഷങ്ങളായി സഞ്ജുവിൻ്റെ പ്രതിഭയെ വാഴ്ത്തുന്നയാളാണ്. രാജസ്ഥാൻ റോയൽസ് എന്ന ടീം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സഞ്ജുവിൻ്റെ കരുത്ത് അവരായിരുന്നു. ടീമിൻ്റെ നായകനാക്കി അവർ എത്രയോ സീസണുകളിൽ അയാളുടെ തുണയായി. ആ വിശ്വാസം അയാളും കാത്തുവെന്നത് സത്യം. ആകാശ് ചോപ്ര, റോബിൻ ഉത്തപ്പ, ശശി തരൂർ തുടങ്ങിയ കുറച്ചുപേർ, ഒപ്പം ജനലക്ഷങ്ങൾ. അത്ഭുതകരമായിരുന്നു സഞ്ജുവിൻ്റെ ഫാൻ ബേസിലുള്ള വളർച്ച. അയാൾ ടീമിലുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഗാലറികൾ പൊട്ടിത്തെറിക്കുന്നു. ചെറിയ നേട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ഇളകി മറിയുന്നു. അയാളെ ഒഴിവാക്കുമ്പോൾ ജസ്റ്റിസ് ഫോർ സാംസൺ ടാഗ് ലൈനുകൾ ട്രെൻഡിങ് ആവുന്നു. BCCI പോലും പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ക്യാപ്റ്റൻ്റെയും മറ്റും ചിത്രങ്ങൾക്ക് 1000-ഉം 2000-ഉം ഒക്കെ ലൈക്കുകൾ കിട്ടുമ്പോൾ സഞ്ജുവിന് അത് 20,000-ഉം 30,000-ഉം ഒക്കെ കടക്കുന്ന കാഴ്ച. അയാൾ ഇന്ത്യൻ ടീമിൽ ഒന്നുമല്ലാതിരുന്ന കാലത്താണ് ഇതൊക്കെ. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ് സഞ്ജുവിനെ. വശത്ത് ഗവാസ്കർ അടക്കം എത്രയോ നിരീക്ഷകർ സഞ്ജുവിനെ വിമർശന ശരങ്ങൾ കൊണ്ട് നേരിട്ടു. സോഷ്യൽ മീഡിയയിലും അധിക്ഷേപിക്കുന്ന കൂട്ടരുമുണ്ടായിരുന്നു. അവഗണന, അടിച്ചമർത്തൽ, ഒഴിവാക്കൽ, പരിഹാസം. ഇതിനിടയിലും ചേർത്തു നിർത്തിയ ആരാധകർ ചുരുക്കം ചില താരങ്ങൾ. ഇതായിരുന്നു കഥയുടെ 2ാം ഘട്ടം. ഇനിയാണ് അയാൾ വിശ്വരൂപം പൂണ്ട കഥാഗതിയിലെ വഴിത്തിരിവ്. അത് തുടങ്ങുന്നത് ഗംഭീർ പരിശീലകനും സൂര്യകുമാർ യാദവ് നായകനുമായി എത്തുന്നതോടെയാണ്. നീ തുടർച്ചയായി പരാജയപ്പെട്ടാലും അടുത്ത 20 മത്സരങ്ങളിൽ നീ ടീമിലുണ്ടാകുമെന്ന് പറഞ്ഞ് അവർ കൊടുത്ത ആത്മവിശ്വാസം. ഒരു പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അവസരങ്ങൾ അയാളെ തേടിയെത്തി. അയാളത് മുതലെടുത്തു. അന്താരാഷ്ട്ര T20യിൽ തുടർച്ചയായ 3 സെഞ്ചുറികൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി, മാൻ ഓഫ് ദ മാച്ച്. വീണ്ടും പരീക്ഷണങ്ങൾ, പരാജയങ്ങൾ. 2025 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായ കളിയിൽ നിർണായകമായ ഒരു ഇന്നിങ്സ്. ഒടുവിൽ ന്യൂസിലാൻഡിനെതിരായ T20 ടീമിലും ലോകകപ്പ് ടീമിലും ഇടം നേടി. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി, ഓപ്പണറായി. അയാളുടെ കഥ അവിടെ തുടങ്ങുന്നുവെന്ന് എല്ലാവരും കരുതി. പക്ഷേ പിന്താങ്ങിയവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ന്യൂസിലാൻഡിനെതിരെ 5 കളികളിലും അയാൾ ദയനീയമായി പരാജയപ്പെട്ടു. ഇത്തവണ ആരെയും കുറ്റപ്പെടുത്താനില്ല. സ്വയം ശപിച്ചുകൊണ്ട് അയാൾ ഡെക്കോട്ടിൽ തുടർന്നു. മുന്നേ പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കിയില്ല. അയാളുടെ കരിയർ അവിടെ അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ ബെഞ്ചിൽ നിർവികാരനായിരിക്കുന്ന സഞ്ജു എല്ലാവർക്കും നോവുണർത്തുന്ന കാഴ്ചയായി. എന്നാൽ അപ്രതീക്ഷിതമായി ഓപ്പണർ അഭിഷേക് ശർമ്മ അസുഖബാധിതനായതോടെ സഞ്ജു വീണ്ടും നമീബിയയ്ക്കെതിരെ കളിച്ചു. 8 പന്തിൽ 22 റൺസ് എടുത്ത് പുറത്തായി. സിംബാബ്വെക്കെതിരെ ഒരവസരം കൂടി ലഭിച്ചു. 15 പന്തിൽ 24 റൺസ്. ഇനി അവസരങ്ങളില്ല എന്ന് ഉറപ്പിച്ച നിമിഷം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സഞ്ജു കളിക്കുമോ എന്ന ചോദ്യത്തിന് ക്യാപ്റ്റന് ഒരൽപ്പം പരിഹാസം കലർന്ന മറുപടി പോലും നൽകേണ്ടി വന്നു. പക്ഷേ കാലം അയാൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഇന്ത്യൻ ടീമിലെ മുൻനിര ബാറ്റർമാരിൽ അധികവും ഇടംകൈയ്യൻ ബാറ്റർമാർ. പവർ പ്ലേയിൽ ഓഫ് സ്പിന്നർമാരെ ഇറക്കി എതിരാളികൾ അവരെ പൂട്ടി. അഭിഷേക് ശർമ്മ തുടർച്ചയായി പരാജയപ്പെട്ടു. ടീമിൻ്റെ ആ ദൗർബല്യം എതിരാളികളെല്ലാം മുതലാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വൻ പരാജയം. ടൂർണമെൻറ്റിൽ നിന്നും പുറത്താകലിൻ്റെ വക്കിൽ. ബാറ്റിംഗ് നിരയുടെ ബാലൻസ് കണ്ടെത്താൻ ഒരു വലം കയ്യർ ബാറ്റർ ടോപ്പ് ഓർഡറിൽ വേണം. ആ നോട്ടം വീണ്ടും സഞ്ജുവിലേക്കെത്തി.
വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരം, വിർച്വൽ ക്വാർട്ടർ ഫൈനൽ. തോറ്റാൽ ടീം പുറത്താണ്. വലിയ ടോട്ടൽ പിന്തുടർന്ന ഇന്ത്യക്ക് ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. പരാജയം മണത്ത നിമിഷങ്ങൾ. പക്ഷേ മറുവശത്ത് അസാമാന്യമായ മനക്കരുത്തോടെ അയാൾ ടീമിനെ മുന്നോട്ട് നയിച്ചു. അവിശ്വസനീയമായ ഒരു ഇന്നിങ്സ്. ഇന്ത്യയെ വിജയതീരമണയിക്കും വരെ അയാൾ ക്രീസിൽ തുടർന്നു. ഓപ്പണറായി ഇറങ്ങി 50 പന്തിൽ പുറത്താവാതെ 97 റൺസ്. ഇന്ത്യ സെമിയിൽ. സ്വപ്നതുല്യമായിരുന്നു ആ ഇന്നിങ്സ്. രാജ്യം സഞ്ജുവിനായി ആർത്തു വിളിച്ചു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തൊപ്പിയൂരി അയാൾക്ക് മുന്നിൽ ശിരസ്സു നമിച്ചു. ആ പ്രയാണം അവിടെയും തീർന്നില്ല. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തിൽ 89 റൺസ്. ഒടുവിൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെ നിലം തൊടിക്കാതെ നേടിയ 46 പന്തിലെ 89. ഡെക്കൗട്ടിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിർവികാരനായിരുന്ന സഞ്ജു ദിവസങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ. രാജ്യത്തിൻ്റെ സൂപ്പർ ഹീറോ. T20 ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരം. ഈ കുറിപ്പെഴുതുമ്പോഴും വാഴ്ത്തുപാട്ടുകൾ നിലയ്ക്കുന്നില്ല. ഇതയാൾ 1-2 ആഴ്ചകൾ കൊണ്ട് നേടിയതല്ല. 3 ഇന്നിങ്സുകളുടെ തിളക്കമല്ല ഈ നേട്ടത്തിനുള്ളത്. തിരിഞ്ഞു നോക്കൂ, ഒരു പതിറ്റാണ്ടിലേറെയായി ആ മനുഷ്യൻ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ വിജയമാണിത്. അയാളുടെ മനക്കരുത്തിൻ്റെ വിജയം. സഞ്ജു വിശ്വനാഥ് സാംസൺ. അയാളൊരു മലയാളിയാണ്, പോരാളിയാണ്.